ഓണം ബമ്പർ അടിച്ചു മക്കളെ, ഓണം ബമ്പർ അടിച്ചു. അത് ഒന്നുമല്ല, രണ്ടല്ല, മൂന്നല്ല, 5 എണ്ണം അടിച്ചു. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 5 എണ്ണമോ? അതെ, എൻ്റെ ഓണം ബമ്പർ എന്താണെന്നറിയാമോ? ഞാൻ ഓണം ബമ്പർ എടുക്കണമെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞപ്പോഴും എനിക്കതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 5 ഓർഡറാണ്. ടൈ അപ്പ് ടു ഡ്രീംസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കുറച്ച് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ഇടാറുണ്ട്. ഓർഡറൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഒന്ന് മോട്ടിവേറ്റ് ആകാമെന്ന് കരുതി ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു പെയിൻറ്റിങ്ങാണ് നിങ്ങൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ കോട്ട് തന്നെ കണ്ടില്ലേ, ബി ഹാപ്പി. അന്ന് ഒട്ടും ഹാപ്പി അല്ലെങ്കിലും ഹാപ്പി ആകുമെന്ന പ്രതീക്ഷയിൽ വരച്ചെടുത്ത ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു. പക്ഷേ ആ പെയിൻറ്റിങ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ അവസരം ഇതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് ഓണം ബമ്പർ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർഡറൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഓർഡർ കിട്ടുന്നത്. ആദ്യത്തെ ഓർഡർ കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോൾ വരുന്നു അതേ കസ്റ്റമറിൻ്റെ 2ാമത്തെ 3ാമത്തെ ഓർഡർ. ഞാൻ ഓർത്തു, ഒരാൾ തന്നെ 3 ഓർഡർ, അപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ് അത്രയും മോശമല്ലാത്തൊരു ഐറ്റംസ് തന്നെയാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ ആൾ തന്നെ വീണ്ടും 2 മാലയ്ക്കും കൂടെ ഓർഡർ തന്നു. അത് പക്ഷേ പുള്ളിക്കാരിക്കല്ല, പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ടിനാണ്. അങ്ങനെ ഓണം ബമ്പർ എടുത്തില്ലെങ്കിൽ എന്താ, നമ്മുടെ ബിസിനസ്സിന് ഒരു ഓർഡർ കിട്ടിയ ദിവസമല്ലേ, ഒന്നല്ലല്ലോ 5 ഓർഡർ. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ആ സന്തോഷം നിങ്ങളോടും കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന്. ആദ്യം ഞാൻ കരുതിയത് ആ ഓർഡർ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാക്കിംഗ് വീഡിയോ എടുത്തിട്ട് ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പറയണം എന്നാണ്. പക്ഷേ പാക്കിംഗ് ഐറ്റംസിൽ കുറച്ച് ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ കസ്റ്റമേഴ്സിന് അത് അത്യാവശ്യം അല്ലാത്തതുകൊണ്ട് അവർ പതുക്കെ അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോടിത് പറയാതിരിക്കാൻ വയ്യല്ലോ. അങ്ങനെ ഇത് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞ് ഓർത്തം എൻ്റെ ഗാലറിയിൽ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ ഞാൻ കണ്ടത്. എന്നാൽ ഞാൻ ഓർത്തു, എന്നാൽ ആ കോട്ട് പോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ഇത് പോസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങളോട് പറയാമെന്ന്. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. ഒരു ഓർഡർ പോലും കിട്ടാതെ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒക്കെ ആക്റ്റീവാക്കി വെക്കുന്നുണ്ടെങ്കിലും ഓർഡറൊന്നും കിട്ടാത്ത എൻ്റെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം നല്ല രീതിയിൽ ബാക്ക് സൈഡിൽ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഞാൻ ഹാപ്പിയായി.